തിരുവനന്തപുരം കഴക്കൂട്ടം എലവേറ്റഡ് ഹൈവേയിൽ കാർ ഇടിച്ച് പിക്കപ്പ് ഓട്ടോ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. വിമാനത്താവളത്തിൽ നിന്ന് പാഴ്സലുമായി മടങ്ങുകയായിരുന്ന പിക്കപ്പ് ഓട്ടോയിൽ കാർ ഇടിക്കുകയായിരുന്നു. MG പ്രതീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ? ഇവരെ എവിടെയാണ്, ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തെ എലവേറ്റഡ് ഹൈവേയിലാണ് കാർ ഇടിച്ച് പിക്കപ്പ് ഓട്ടോ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റത്. വിമാനത്താവളത്തിൽ നിന്ന് പാഴ്സലുമായി പോവുകയായിരുന്ന പിക്കപ്പ് ഓട്ടോയിലാണ് കാർ ഇടിച്ചത്. ഇടിച്ച കാർ നിർത്താതെ പോയി എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. പിന്നാലെ വാഹനങ്ങൾ വന്നവരും പോലീസും ചേർന്നാണ് പരിക്കേറ്റവരെ വാഹനത്തിൽ നിന്ന് പുറത്തെടുത്തത്. ഈ പിക്കപ്പ് ദൃശ്യങ്ങളിൽ കാണുന്ന പിക്കപ്പ് ഓട്ടോ ഇടിച്ച ശേഷം ആ കാർ അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ പോയി എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രതീക്ഷുണ്ട്. പ്രതീക്ഷ, വിവരങ്ങൾ. ഗൂഗിൾ ഇന്ന് രാത്രി 10:30 കൂടിയാണ് കഴക്കൂട്ടം ബൈപ്പാസിന് സമീപം അപകടം നടന്നത്. എയർപോർട്ടിൽ നിന്ന് പാഴ്സലുമായി പോയ പിക്കപ്പ് വാനിന് പുറകിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. ഈ പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്ന ആറ്റിങ്ങൽ സ്വദേശിയായ വേണുവിന് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റു വാഹന യാത്രക്കാരാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും പിക്കപ്പ് വാനിൽ കുടുങ്ങിയ ഈ യാത്രക്കാരെ പുറത്തെടുക്കുകയും ചെയ്തിട്ടുള്ളത്. 2 പേരാണ് പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്നത് എന്നാണ് നാട്ടുകാർ അറിയിച്ചിട്ടുള്ള കാര്യം. ഈ അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ പോയിട്ടുണ്ട്. നിലവിൽ കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നിർത്താതെ പോയ കാറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നതാണ് നിലവിൽ കഴക്കൂട്ടം പോലീസ് അറിയിക്കുന്നത്. ഗൂഗിൾ. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ആ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.